അപ്പോൾ ഇന്നൊരു ചെറിയ യാത്രയാണ്. നമ്മൾ കുറച്ച് ദൂരേക്ക് യാത്ര പോവാണ്. കുറച്ച് ദൂരേക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ കൺട്രിയോ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റോ അല്ല, കൊല്ലത്തേക്കാണ് നമ്മൾ പോക്ക്. കൊല്ലത്ത് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. അതെന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടൊരു വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നുണ്ടാവും. എന്തെങ്കിലും പറയത്തക്ക വിധത്തിൽ വല്ലതും ആവട്ടെ എന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി മുഴുവൻ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ചില്ലൊക്കെ അടിക്കുക, സൂപ്പറാക്കുക എന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയിൽ കയറിയതെങ്കിലും ഇവിടെ ഞാൻ മാത്രമേ ഉണർന്നിരിക്കുള്ളൂ. എനിക്ക് വൈബടിക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ തന്നെ ധാരാളം. പിന്നെ കൂട്ടിന് 90s സോങ്സും ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ എന്തായാലും ഇടവഴിയിൽ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലിയാണ് ഞാൻ കഴിച്ചത്. മറ്റുള്ളവരൊക്കെ പൂരി മസാലയും ദോശയും അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കഴിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ശ്രീകുട്ടൻ അസലായൊന്ന് ഉറങ്ങിയിട്ടുണ്ടേ. നല്ല ഉറക്കമായിരുന്നു. ഇത് ചെറുതായിട്ട് ഉറക്കം അഭിനയിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഉറങ്ങി എഴുന്നേറ്റത് ഛർദ്ദിച്ചിട്ടാണ്. നന്നായിട്ടൊന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉഷാറായി. പിന്നെ കളിയും പാട്ടും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊരു മാസയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 12:30-1 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തുകയാണ്. അവിടെ എത്തി കൊല്ലം സ്റ്റൈൽ ഒരു സദ്യയും അതിൻ്റെ കൂടെ ചിക്കനും മീനും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീടൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒന്ന് കറങ്ങുകയാണ്. ഇതിനു മുമ്പ് ഞാൻ കൊല്ലത്തേക്ക് വന്നിട്ടുള്ളത് 3 പ്രാവശ്യമാണ്. ഒന്ന് കലോത്സവത്തിനും 2 പ്രാവശ്യം ചേച്ചിയുടെ വീട്ടിലേക്ക്, അത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കുമാണ്. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടയറിങ് ആയിരുന്നു. രാവിലെ കയറിയ ഉച്ച വരെ വണ്ടിയിലിരിക്കണം. ആ ഒരു ടയേർഡ്നെസ് നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും ഫാമിലിയുടെ കൂടെ വരുമ്പോൾ ആ ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ കുറച്ച് നേരം ഫുഡിന് ശേഷം നമ്മൾ ഒന്ന് ചില്ല് ചെയ്യാനിരുന്നു. അവിടെ മുറ്റത്തും ഉള്ളിലും ഒക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടതാണ്. കുറേ കല്ലുകൾ പെറുക്കി ചുമ്മാ എറിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി കുറച്ച് ഡാൻസ് ആയാലോ. ഇന്ന് ശരിക്കും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.